The DBFS, Wealth Management and Non-Banking Finance. Good evening. Market Viewന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 73,142-ലും നിഫ്റ്റി 22,250-ന് താഴെയും വ്യാപാരം അവസാനിപ്പിച്ചു. യെസ് ബാങ്ക്, HFCL ഓഹരികളിൽ 4% ഇടിവ്. എഡ്യൂടെക് സ്ഥാപനോടമ ബൈജു രവീന്ദ്രനെതിരെ ദേശീയ കമ്പനി നിയമ ട്രിബ്യൂണലിനെ സമീപിച്ച് നിക്ഷേപകർ. ബൈജു രവീന്ദ്രനെ പുറത്താക്കണമെന്ന ആവശ്യം. ബൈജുവിനെതിരെ ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജി. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ വിപണി മൂല്യം 2 ലക്ഷം കോടിയിലെത്തി. ഓഹരി വിലയിൽ 35% വർധന. റിലയൻസ് ഇൻഡസ്ട്രീസും റെക്കോർഡ് ഉയരത്തിൽ. ഇരുമ്പയിര് കയറ്റുമതി നിരോധിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ സ്റ്റീൽ മില്ലുകൾ. കയറ്റുമതി ആഭ്യന്തര ഉൽപാദനത്തെ ബാധിക്കുമെന്ന് വിശദീകരണം. ചെറുകിട മില്ലുകൾ പലതും നഷ്ടത്തിലായെന്നും നിർമ്മാതാക്കൾ. ഇന്ത്യൻ ഡ്രോൺ നിർമ്മാതാക്കളായ ഐഡിയ ഫോർജ് US വിപണിയിലേക്ക്. USലെ വിവിധ നഗരങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡ്രോൺ വ്യവസായം അതിവേഗം വളർന്നുവെന്ന് ഐഡിയ ഫോർജ് CEO അങ്കിത് മേത്ത. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആദ്യകാല വ്യാപാരത്തിൽ നിഫ്റ്റി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 22,297-ലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ക്ലോസ് ചെയ്തപ്പോൾ ബാങ്കിംഗ് ഓഹരികളിലെ ഒരു ബലഹീനത ബെഞ്ച് മാർക്കിനെ ബാധിച്ചു എന്ന് തന്നെ പറയാം. നഷ്ടത്തിലാണ് വിപണിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. മീഡിയ ഓഹരികൾ 1% തിളങ്ങിയപ്പോൾ പൊതുമേഖലാ ബാങ്ക് അടക്കമുള്ള വിപണിയിലെ പല ഓഹരികളും സൂചികളെ നഷ്ടത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ പറയാം. ഏതായാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കും നഷ്ടത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികളും ഫിനാൻഷ്യൽ സർവീസും ഒഴികെയുള്ള ബാക്കി സൂചികളൊക്കെ ഒരു നെഗറ്റീവിലാണ് മാർക്കറ്റിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ 4 പോയിന്റ് ഇടിവിൽ 22,212 എന്ന പോയിന്റിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് 22,297 എന്നുള്ള ഒരു റെക്കോർഡ് പോയിന്റിലേക്ക് വരെ എത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഒരു വിൽപ്പന സമ്മർദ്ദം നേരിയ തോതിലുണ്ടായി. പബ്ലിക് സെക്ടർ ബാങ്കിംഗ് ഓഹരികളിൽ ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയെ താഴേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 108 പോയിന്റ് ഇടിവിലാണ് ഇന്ന് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 46,811 പോയിന്റിലാണ് വ്യാപാരം നിഫ്റ്റി ബാങ്കിൽ അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ചെറിയൊരു പോസിറ്റീവ് മോഡലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 11 പോയിന്റ് ഉണർവിൽ 20,677 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും. ഏതായാലും ടെക് ഓഹരികളിലേക്ക് ഒരു ചെറിയൊരു പിന്തുണ ഇന്ന് ഓഹരി വിപണിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളിലും നെഗറ്റീവ് മോഡല്ല. പക്ഷേ അത് പ്രകടമായി പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്ന് മാർക്കറ്റിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സ് ആണെങ്കിൽ 15 പോയിന്റ് ഇടിവിൽ 73,142 പോയിന്റ് ഇടിവിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റിന് തിങ്കളാഴ്ചയാണ് ഓപ്പൺ ചെയ്യുക. അതിനിടയിൽ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും മാർക്കറ്റിനെ സ്വാധീനിക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്കണ്ടിരിക്കുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഇന്ന് വളരെ ഒരു 21,297 പോയിന്റിലേക്ക് വരെ എത്തിയതിനു ശേഷം ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വ്യാപാരം എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? അടുത്തയാഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? മാർക്കറ്റ് ഇന്ന് കാലത്ത് ഓപ്പൺ ചെയ്ത് ഈ പറഞ്ഞ പോലെ 22,297 വരെ കയറിയെങ്കിലും അതിനുശേഷം ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എന്നിരുന്നാലും മാർക്കറ്റ് ഇന്ന് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. ഒരു 110 നിഫ്റ്റിയെ സംബന്ധിച്ചോളം 110 പോയിന്റിനുള്ളിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ കയറി ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത്. കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് റിയാലിറ്റി സ്റ്റോക്സ് ആണ് ഇന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പ്രസ്റ്റീജ്, മഹീന്ദ്ര ലൈഫ്, ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഷെയറുകളെല്ലാം 1.5 മുതൽ 3.5% വരെ ഇന്ന് ഉയർച്ച നേടിയിട്ടുണ്ട്. മറ്റ് സെക്ടറിലൊന്നും കാര്യമായിട്ടുള്ള കയറ്റം ഉണ്ടായിട്ടില്ല. ചില ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് പോലെയുള്ള ചില ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ മാത്രമാണ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. April 1 അവർ ബ്രോക്കറേജ് ബിസിനസ് ആരംഭിക്കുന്നു എന്നുള്ളൊരു ന്യൂസാണ് പോസിറ്റീവായിട്ട് ഇന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസിനുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നടന്നത്. അടുത്ത ആഴ്ചയും മാർക്കറ്റ്
എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മാർക്കറ്റ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിട്ടുള്ള ഈ ഉയർച്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും പുതിയ ഹൈ എടുത്ത് നിൽക്കുന്ന നിലവാരത്തിൽ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. 22,000-നും 22,500-നും ഇടയിലുള്ള ഒരു നിലവാരത്തിൽ കൺസോളിഡേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റം, US ബോണ്ട് ഈൽഡുകളുടെ വർധനവ്, മൂല്യനിർണ്ണയം, അങ്ങനെ വിപണിയെ ബാധിക്കുന്ന പല ഘടകങ്ങളും ബാക്കി നിൽക്കുകയാണ്. അടുത്ത ആഴ്ച വിപണി എങ്ങനെയൊക്കെ ആകുമെന്ന് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അറിയാം. ഏതായാലും മാർക്കറ്റ് വ്യൂവിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. DBFS Market View സമർപ്പിക്കും.